ബഹിരാകാശ പര്യവേഷണം എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിർത്തികളെയോ വ്യത്യസ്ത ദേശക്കാരായ ആളുകളെയോ കാണാൻ കഴിയില്ല. അപ്പോഴാണ് നാം എല്ലാവരും മനുഷ്യരും പ്രപഞ്ചത്തിലെ പൗരന്മാരുമാണെന്ന് മനസ്സിലാകുന്നത്. ഇത് നമ്മളോട് പറഞ്ഞത് സുനിത വില്യംസാണ്. 7 ദിവസം താമസിക്കാൻ ഗവേഷണം നടത്താൻ പോയ സുനിത വില്യംസ് 9 മാസം അവിടെ കഴിച്ചുകൂടേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ തിക്ത അനുഭവമൊക്കെ അവർ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരിക്കൽ പോലും നിരാശപ്പെടാതെ ആ 9 മാസക്കാലം പോസിറ്റീവായി പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് അതിൻ്റെ അറ്റകുറ്റകൾ പര്യവേഷണത്തിലും പരീക്ഷണങ്ങൾ മുഴുകിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അവർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ വാക്ക് ഇതാണ്: ബഹിരാകാശ പര്യവേഷണം എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിർത്തികളെയോ വ്യത്യസ്ത ദേശക്കാരായ ആളുകളെയോ കാണാൻ കഴിയില്ല. അപ്പോഴാണ് നാം എല്ലാവരും മനുഷ്യരും പ്രപഞ്ചത്തിലെ പൗരന്മാരുമാണെന്ന് മനസ്സിലാകുന്നത്. സുനിത വില്യംസിനെ ആ ബഹിരാകാശത്തേക്ക് പോയപ്പോഴായിരിക്കാം കൂടുതൽ തെളിച്ചം കിട്ടിയെന്ന് തോന്നുന്നു. ഈ ഭൗതിക യാഥാർത്ഥ്യം ശാസ്ത്രീയമായി വിശദീകരിക്കുമ്പോഴും വിശ്വസിക്കാത്ത പലരും ഉണ്ടാവും. വാസ്തവത്തിൽ ഭൂമി പരന്നതാണെന്നും ചൊവ്വാദോഷമുണ്ടെന്നൊക്കെ കരുതുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. ഈ അടുത്ത് ബർമയിൽ ഭൂചലനം ഉണ്ടായപ്പോൾ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറയുന്നത് ബർമയിൽ ഈ ഭൂമി കുലുക്കുണ്ടാകാൻ കാരണം ഒരു ഫാദറാണ്. ആ ഫാദർ മൂലമാണ് ഈ അവിടെ ഭൂമി കുലുക്കം ഉണ്ടായെന്നാണ് പറഞ്ഞത്. എന്താണ് കേസ് എന്ന് വെച്ചാൽ, ഫാദർ ഒരു സെക്കൻഡ് കണ്ണൊന്നും പിടിക്കണില്ല. അവിടെയുള്ള ബർമയിലെ ഒരു പാതിരിയെ ഒരു 10 അംഗ സംഘം വളയുകയും ഈ ക്രിസ്തുമതം മാറി ബുദ്ധമതത്തിലേക്ക് വരണമെന്ന് ശാഠിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ മാറിയില്ല. അങ്ങനെ ആ കൊടിയ പീഡനം നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഭൂമി കുലുക്കുണ്ടായെന്നൊരു പാസ്റ്റർ പറയുകയാണ്. സാധാരണ പാസ്റ്റർമാർ റോമൻ കാത്തലിക് ആളുകളെ അത്ര സന്തോഷത്തിൽ പോകാറില്ല. അപ്പോൾ ചിലർ പറയുന്നത് നന്നായി അങ്ങനെയും പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അങ്ങനെയാണ് നാം പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളെ ബന്ധപ്പെടുത്തി ഈ ഭൗതിക പ്രകൃതിയിലെ ദുരന്തങ്ങളൊക്കെ ഇത് പലപ്പോഴും പറഞ്ഞിട്ട് ചിലപ്പോൾ മുസ്ലിമുകൾക്കെതിരായിരിക്കും, ചിലപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിരിക്കും, ഹിന്ദുക്കൾക്കെതിരായിട്ടൊക്കെ നമ്മുടെ വീടുകളിലും അവൻ പുറത്തല്ലാത്തവനാണ്, അവൻ പള്ളി പോകാത്തതാണ്, അമ്പലം പോകാത്തതാണ് എന്നൊക്കെ പറയും. രോഗങ്ങൾ വന്നാൽ ഒരുപക്ഷെ നാളെ എനിക്ക് വല്ല അസുഖങ്ങളൊക്കെ വരും, അപ്പോഴും ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത് ഈ സുനിത വില്യംസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അത് തനിക്ക് ബോധ്യപ്പെട്ടുന്ന വളരെയധികം തിരിച്ചറിവുണ്ടാക്കുന്നൊരു കാര്യം കൂടിയായി അത് മാറണം. ആ തരത്തിൽ വേണം ഈ ശാസ്ത്ര പരീക്ഷണ ഗവേഷണങ്ങളൊക്കെ കാണാൻ. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എനിക്കുണ്ടൊരു ലോകം, നിങ്ങൾക്കുണ്ടൊരു ലോകം, പക്ഷേ നമുക്കില്ലൊരു ലോകം. ആ നമുക്കുണ്ട് ലോകം എന്ന് സുനിത വില്യംസ് തൻ്റെ ഗവേഷണ പരീക്ഷണ നിരീക്ഷണ തൻ്റെ തത്വനേത്രം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ അനുഭവം സാക്ഷ്യം പറയുകയാണ്. എന്നിട്ടും മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വരുമയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി ജീവിക്കാൻ നാം ഇപ്പോഴും പഠിക്കാൻ കഴിയുന്നില്ല. നമ്മളിത് പിന്നീട് വായിക്കുന്ന സിറിയയിൽ അവിടെ മുസ്ലിം മൗലികവാദികളുടെ നിയന്ത്രണം ശക്തപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് ഉക്രൈൻ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യയും വെടിനിർത്തലിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ട്രംപ് എന്നുള്ളൊരു ഭ്രാന്തമായിട്ടുള്ള മനസ്സുള്ള മനുഷ്യൻ അമേരിക്കയിൽ
പ്രസിഡൻ്റായിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഗുണവും ദോഷവുമാവാം. അദ്ദേഹത്തെ പേടികൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ സംവിധാനത്തിനെ. അതേ അവസരത്തിൽ തന്നെ പലസ്തീനിലും വെടിനിർത്തൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഗാസയും അതൊക്കെ നടക്കുകയാണ്. എനിക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ വളരെ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ പാട്ടുകൾ കേൾക്കും. അത് 2 തരം പാട്ടുകൾ കേൾക്കും ഞാൻ. ഒന്ന് പലസ്തീൻ്റെ പാട്ടുകൾ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ കൊച്ചു കുട്ടികൾ നെഞ്ഞോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പാടുന്നത്. ദർവേഷ് എന്ന് പറഞ്ഞ കവിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓടി ഓടി എവിടെ വരെ പോകും, എവിടെയാണ് ഞങ്ങൾക്ക് സ്ഥാനമുണ്ടാവുക എന്ന് ചോദിക്കുന്നൊരു കവിത. പേര് ഞാൻ വളരെ ഹൃദയം തൊടുന്നൊരു കവിതയാണ് പലസ്തീൻ. എത്രത്തോളം ഞങ്ങൾ ആട്ടി ഓടിച്ച് ഭൂമിയുടെ അറ്റത്തേക്ക് എവിടേക്ക് ഞങ്ങൾ പോകുന്നൊരു ചോദ്യം മാനവരാശിയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് വാസ്തവത്തിൽ. അത് കേൾക്കാൻ നമുക്ക് മനസ്സുള്ളൂ. അതിൻ്റെ ആഴം നമ്മൾ ഉൾക്കൊണ്ടുന്നുണ്ടോ എന്നുള്ള പ്രശ്നമാണ്. അതേ അവസരത്തിൽ ഞാൻ ഈ ഇസ്രായേലിൻ്റെ അവരുടെ ദേശീയ ഗാനം അതുപോലെയുള്ള പാട്ടും കേൾക്കാറുണ്ട്. അതിൽ പറയുന്നത് വളരെ വികാരഭരിതമായാണ്. ഞങ്ങൾ അനുഭവിച്ച വേദനകൾ ഞങ്ങൾ മറക്കുന്നു, ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അത് തിരിച്ചു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്ക് ഒന്നാണ് എന്നാണ്. 2 പേരുടെയും മാനസികാവസ്ഥ കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൂട്ടർ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വംശീയ വെറി കൊണ്ട് ജൂത വംശത്തെ മുഴുവൻ ലോകത്ത് മുഴുവൻ തുടച്ചു നീ കൊടിയ മർദ്ദനവും ഗളച്ഛേദവും കൊലയും വംശഹത്യയൊക്കെ നടത്തി അനുഭവം, അതിൻ്റെ ചൂടേറിയ അനുഭവം ചിന്നിച്ചിതറിയ ഒരു വംശ ആയിരുന്നു ജൂത. അവർ എങ്ങനെയൊക്കെ ഇവിടെ എത്തിയിട്ട് അവർ ആ പ്രദേശത്ത് തന്നെ ജീവിച്ചവരായിരുന്നു. വളരെ സംസ്കാര സമ്പന്നമായ ഒരു ലോകത്താണ് ഈ പലസ്തീനും അതുപോലെയുള്ള ഇറാഖ് ഇതുപോലുള്ള. പക്ഷെ അതെല്ലാം മതത്തിൻ്റെ പേരിൽ മറ്റ് ഒരു അക്രമത്തിൻ്റെ പേരിലൊക്കെ തച്ചുടയ്ക്കപ്പെട്ട് അവർ നമ്മുടെ ഒരു ഹിറ്റ്ലറുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവും എത്രയോ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഇന്ത്യ ആയിരിക്കും, ഒരുപക്ഷെ കേരളമായിരിക്കും ജൂതന്മാർക്ക് ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഒന്നും എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ സുനിത വില്യംസിൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിപ്പോഴും മാറാതെ ഇത്രയും നമ്മൾ ചൊവ്വയിൽ ചന്ദ്രനിലേക്കും അവിടേക്കൊക്കെ നമ്മൾ പോകാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പോകാൻ കഴിയും. പക്ഷേ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഈ വൈരുദ്ധ്യങ്ങളെ, സംഘർഷങ്ങളെ അല്ലെങ്കിൽ അസ്വസ്ഥതയെ മാറ്റിമറിക്കാൻ നമ്മുടെ സംസ്കാരങ്ങൾക്ക്, നമ്മുടെ തത്വശാസ്ത്രങ്ങൾക്ക്, നമ്മുടെ പുസ്തകങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമുണ്ട്. ഈ 2 കവിതയിലത്തെ ആ പാട്ടുകൾ പാടുന്നവരും ഒക്കെ വളരെ വികാരനിർഭരമായിട്ടാണ്. ആരുടെ ഭാഗത്ത് ശരി, ആരുടെ ഭാഗത്ത് തെറ്റെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ അസുഖകാരമാണ്. ഈ പലസ്തീൻ എന്ന് എനിക്ക് പറയുന്നത്, ഇപ്പോൾ ഈ ആഴ്ചയിലത്തെ ഒരു വാർത്ത ഞാൻ കണ്ടത്, പലസ്തീനിലെ ഹമാസിൻ്റെ നേതാവിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് വെടിവെച്ച് കൊല്ലുന്നു എന്നാണ് കേട്ടത്. കാരണം ഈ ഹമാസിനെതിരായി പലസ്തീനിൽ സംസാരിച്ചാൽ അവരെ വെടിവെച്ച് കൊല്ലുന്ന സമ്പ്രദായം. അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെ, ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു. രോഷാകുലരായ ആളുകൾ, ജനങ്ങൾ ഒത്തുകൂടി ഇയാളെ പിടിച്ച് കൈ കെട്ടി നടുറോട്ടിൽ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് പുതിയൊരു സംഭവവാസമാണ് ഉണ്ടാകുന്നത് പലസ്തീനത്തെ സമരങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് പുറത്തേക്ക് വരാം കേൾക്കാറില്ല. ഇസ്രയേലിലുള്ള സമരം കാണാറുണ്ട്, അത് നെതിഹാനുവിന് എതിരായിട്ടുള്ള സമരം കാണാറുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെ സമരക്കാരെ കൊടും മർദ്ദനം ഉപയോഗിക്കുന്നില്ല എന്നും കൂടിയാണ്. അവരുടെ ജനത്തെ അത്രത്തോളം അന്യമായി കാണാതെ അത്ര ഭീകരമായ മർദ്ദനം അവർ ഏൽപ്പിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാകുന്നത്. ഞാൻ ഈ ഇസ്രയേലിൻ്റെ പക്ഷത്തോ പലസ്തീൻ്റെ പക്ഷത്തിൽ, പക്ഷെ പലസ്തീനെ കൃത്യമായിട്ടും സ്വതന്ത്ര രാജ്യം വേണം, അതേ അവസരത്തിൽ തന്നെ ഇസ്രയേൽ നിലനിൽക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഈ പ്രാവശ്യം പോളിറ്റ് ബ്യൂറോയിലെല്ലാം കോൺഗ്രസ്സിലെ പലസ്തീൻ അനുകൂലമായിട്ടാണ് വളരെ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു പിന്തുണ അല്ലെങ്കിൽ അനുഭവം വേണം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഹമാസിനെ പോലുള്ള കൊടും തീവ്രവാദികൾ ആ രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യും. മറ്റുള്ള മൗലികമായിട്ടുള്ള എല്ലാ സംഘടനകളും ജനാധിപത്യ സമ്പ്രദായത്തെ തകർക്കും. അങ്ങനെയുള്ള സമയത്ത് അവർ തന്നെ എതിർക്കുന്നു എന്നുള്ളത് ലോകം കാണേണ്ടതാണ് എന്നുള്ളത്. അതേ അവസരത്തിൽ തന്നെ വംശീയ വെറിയുടെ അറ്റത്തേക്ക് പോകുന്ന ഇസ്രയേലിൻ്റെ നീക്കവും അപലപനീയമാണ്. എത്രയും വേഗം
ഇതിന് പരിഹാരമുണ്ടാകും. ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ രണ്ട് രാജ്യങ്ങളിലേക്കും ആളുകൾ യുദ്ധത്തിനെതിരായിട്ടും ഇങ്ങനെയുള്ള വെറുപ്പിനെതിരായിട്ടുള്ള പോരാടാൻ ശ്രമം നടത്തണം. അത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അവരെയാണ് ഈ രണ്ട് സമാധാനം കാക്ഷിക്കുന്ന ആളുകളെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും കോൺഗ്രസ് എല്ലാവരും എതിരേൽക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഞാൻ ഈ സുനിത വില്യംസിൻ്റെ വരികളും കുഞ്ഞിനു മാഷ്ട കവിതകളും അങ്ങനെ എട്ടാറെ നമുക്ക് ഉണ്ടാവും. നമ്മൾ ശ്രീനാരായണഗുരു പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് അവരെന്നെ ഗുണമായി വരയണം എന്ന് പറയുന്നത് വാക്കുകൾ മാത്രമായി അധപതിക്കുന്നൊരു ഗതികേടില്ല. നമുക്ക് സാഹിത്യകാരന്മാരും സാംസ്കാരികമായ മഹാരഥന്മാരും ഇല്ലാഞ്ഞിട്ടല്ല വസ്തുക്കളുണ്ടാകുന്നത്. നമ്മൾ എത്രയോ ആളുകളും കാണും. എന്നിട്ട് നമ്മളെന്താണ് സ്വീകരിക്കാത്തത് എന്നുള്ള വലിയൊരു ചോദ്യം. ആ ചോദ്യം നമ്മളെ അലട്ടുന്നില്ല എന്നുള്ള ഗുരുതര ആചാരാനുഷ്ഠാനങ്ങളായി നമ്മുടെ ദിവസങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഓർമ്മ ദിനങ്ങളും ഒക്കെ മാറുന്നു എന്നുള്ള ഖേദകരമായ കുറ്റകരമായ ചരിത്രപരമായ തെറ്റ് നമ്മൾ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ദുരന്തഫലവും കൂടി നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവുകയാണ്. ഇപ്പോൾ കുംഭമേള കഴിഞ്ഞതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഒരു നല്ലൊരു എല്ലാ നാട്ടിലെത്തി. അതിൽ കോടിക്കണക്കിന് സംശയം, കോടിയുടെ കാര്യത്തിൽ മാത്രമാണ് സംശയം. പക്ഷേ അവിടെയുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിനനുസൃതമായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. മലവിസർജനത്തിൽ കോളിഫോമിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവും. അത് വെള്ളത്തിൽ കുടിക്കുമ്പോൾ ചോർച്ച വെള്ളമോ അത് നമ്മുടെ ആദിത്യനാഥിനോട് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ വെള്ളം കുടിക്കാൻ തയ്യാറുണ്ടെന്ന് ചോദിക്കും. പക്ഷേ വേറൊരു കുറിപ്പും കൂടി ഞാൻ ഈ അടുത്ത് കാണാനുണ്ടായി. അത് ഡോക്ടർ മുരളീധരൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അവിടെ അത്രയധികം രോഗാണുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടിച്ചവർക്കൊക്കെ അപകടമുണ്ടാവും. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള സംവിധാനം ഗംഗയിലുണ്ട് എന്നും കൂടി പറയുന്നൊരു സംഗതി. പക്ഷേ ഇതുവരെ ഇത് വെള്ളം കുടിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മുടെ യുക്തിചിന്തയെ, നമ്മുടെ അന്വേഷണ ബോധത്തെ നിർവീര്യമാക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് സംബാലിൽ ഏറ്റവും വളരെ സന്തോഷപൂർവമായി സ്വീകരിക്കേണ്ട ഹോളി ചുവപ്പും വിവിധ വർണ്ണങ്ങൾ തേച്ച് പിടിപ്പിച്ച് സന്തോഷത്താൽ എല്ലാവർക്കും എല്ലാം മെയ് മറന്ന് ഒരുമിക്കേണ്ട ഒരു സമയത്ത് അവിടെ വടക്കേണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സ്ഥലത്തുനിന്ന് വരുന്നുണ്ടെന്ന് ഞാൻ പിന്നീട് വരാം. സംഭവങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. സംബാലിൽ അവിടെ മസ്ജിദ് മറച്ചുകൊണ്ടാണ് ജാഥ നടത്തുന്നത്. മസ്ജിദ് മറച്ചുകൊണ്ട്. അത് കേരളത്തിലേക്ക് വരാതിരിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കണമെന്നും കൂടിയാണ്. അതിന് പേര് കലാപങ്ങൾ ഉണ്ടാകുന്നു, കൊലപാതകം കൊണ്ടും ഒക്കെ ഉണ്ടാവുകയാണ്. സഹിഷ്ണുതയില്ലായ്മയുടെ ദുരന്ത ഫലം അനുഭവിക്കുകയാണ് വടക്കേ ഇന്ത്യ. നമ്മളും അനുഭവിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു മസ്ജിദ്, ഏറ്റവും സന്തോഷകരമായൊരു ദിവസം, ഒരു കൂട്ടരുടെ പള്ളി മറച്ചുകൊണ്ട് മറ്റുള്ളിടത്ത് സന്തോഷം എവിടെയാണ്? നമ്മൾ കുരുക്ഷേത്രത്തിൽ തന്നെ കാണുന്നുണ്ട്. യുദ്ധം എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്ന ഒരു നമ്മുടെ ഇതിഹാസ കാവ്യം നമുക്ക് തരുന്ന ചോദ്യം അതായത് യുദ്ധം എന്താണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം, വലിയ ചോദ്യം നമ്മൾ എത്രയോ കാലമായി ചോദിക്കുകയാണ്. ആ ചോദ്യം ഇപ്പോഴും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്തവരായി നാം മാറുകയാണ്. അവിടെ അത് സംഭവിക്കുന്നു. അതിൻ്റെ എല്ലാ നിരൂപണങ്ങൾ നമ്മൾ മറ്റെല്ലാ ഭാഗങ്ങളിലും എത്തുകയാണ്. അപ്പോൾ മതചിഹ്നങ്ങളൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, അടിച്ചമർത്താൻ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഗതികേടിലേക്ക് രാജ്യം പോവുകയാണ്. ഇപ്പോൾ വഖഫ് ബിൽ വന്നിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വഖഫ് എന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യകർമ്മമാണ്, ദൈവത്തിനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ 5 അപ്പം 3 മീനും എന്നാണ് എൻ്റെ വിശ്വാസം. മലമുകളിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് കുറേ കാലമായതുകൊണ്ടും ഇതെല്ലാം, എന്നാലും എൻ്റെ മനസ്സിൽ ആ ചിത്രമുണ്ട്. യേശു ഒരു കുന്നിൻപുറത്തിൽ മുന്നിലേക്ക് എല്ലാവരും വിളിക്കുന്നു. ആ കൂട്ടത്തോട് വിശന്നിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 അപ്പം 3 മീനും സംഭരിക്കപ്പെട്ടു. അത് 10 കൊട്ടകളെ 12 കൊട്ടകളായി എന്നൊക്കെയാണ് കണക്ക്. അത് കഥകളായിരിക്കാം. പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയത് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പദാർത്ഥങ്ങൾ, ആഹാര സാധനങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി തരൂ എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ. എല്ലാവരും കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ആ കഷ്ടപ്പാടുകൾ വിതരണം ചെയ്യുകയും ആ പ്രയാസങ്ങളിൽ ഒരുമിച്ച് ചേരാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ഫിലോസഫി നമുക്ക് സന്തോഷകരമായ ഫിലോസഫിയായിട്ട് മാറാൻ
ഇത് തന്നെയാണ് സക്കാത്ത് മുസ്ലിമുകളുടെ സക്കാത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി കൊടുത്തിട്ട് കഴിക്കൂ എന്ന് പറയുന്നതാണ്. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കല്ല ഞാൻ കിടക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളവരും ഇല്ലാത്തവരുള്ളത് കൊണ്ടല്ലേ എങ്ങനെ വരുന്നത് ഉള്ളത് മറ്റൊരു കാര്യമാണ്. ആ കാലത്ത് അങ്ങനെ പറയാൻ സാധിച്ചുവല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് കൊടുങ്ങല്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ആദ്യത്തെ മുസ്ലിമുകൾ വന്ന അവിടെ അവർ നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് ചുറ്റുപാടുള്ള വീടുകളിൽ വിളിച്ചു ചോദിക്കുകയും പോയി പറയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതോ ലേഖനത്തിൽ വായിച്ചാണ്. അങ്ങനെ അപ്പോൾ ഈ വഖഫ് തന്നെ പറയുന്നത് എന്താണ്? എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയോ പണമോ ഒക്കെ അത് പടച്ചവൻ്റെ ആണെന്നും ലോകത്തമ്പുരാൻ്റെ ആണെന്നും ദൈവത്തിൻ്റെ ആണെന്നും എൻ്റെ അല്ല എന്നും എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അത് ഞാൻ സമർപ്പിക്കുന്നു, ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയ അർത്ഥമുള്ളതാണ്. ശരിക്കൊരു സോഷ്യലിസ്റ്റ് മനോഭാവം ഉണ്ട് അതിൻ്റെ വാസ്തവത്തിൽ. അങ്ങനെ കൊടുക്കുന്ന സാധനമാണെന്ന് വിവാദത്തിലാവുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 10 ഏക്കറുകൾ 5 ഏക്കർ 1000 1 ലക്ഷം രൂപ അത് നിങ്ങൾക്ക് തരുന്നു മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യരുടെ സർവ്വതോന്മുഖ വികാസത്തിന്, പുണ്യകർമ്മത്തിന്, അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന്, സ്കൂളിന്, വേഷമത്തിന്, കണ്ണീര് തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കൂ എന്നാണ് പറയുന്നത്. അത് പോയിട്ടാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് അത് തെറ്റിദ്ധരിക്കപ്പെടുകയും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ആ ദുരുപയോഗം ചെയ്ത തടയിന് പകരം ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ സമുദായത്തിനും ഇത്യാദി വേണ്ടതാണ്. ഇപ്പോൾ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ പണമുണ്ട്. ക്രിസ്ത്യൻ ഇപ്പോൾ ഓർഗനൈസർ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും സമ്പത്ത് ക്രിസ്ത്യൻ പള്ളികൾക്കാണെന്നാണ്. 20,000 കോടി രൂപയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതെവിടേക്കാണ് ചെന്നെത്തിക്കുന്നത്? അപ്പോൾ ഒരു ചർച്ച് ബ്രിട്ടീഷ് 48 ഈ ഇന്ത്യ ചർച്ച് ആക്ട് ബ്രിട്ടീഷുകാർ കുറേ ഇതുപോലെ തന്നെ ദാനം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് സുമൻസുകൾ ദാനം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വാസ്തവത്തിൽ ഈ പിടിച്ചെടുക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ഇവിടെ ഒല്ലൂർ പള്ളി പോലും അങ്ങനെ സംശയത്തിൻ്റെ നിഴലിലാണ്. പുത്തമ്പള്ളി സംശയത്തിൻ്റെ നിഴലിലായി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ തെറ്റായി നമ്മൾ സഹിഷ്ണുതയില്ലായി കൊണ്ട് വൈര്യം കൊണ്ട് ഇത് ചെറിയ ചരങ്ങ് പുണ്ണാക്കി മാറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ബിഷപ്പ്മാർ പോകുന്നുള്ള ഗൗരവതരമായുള്ളൊരു സംഭവവാസം കൂടി വരുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷനുമാർ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂടെ സഞ്ചരിക്കുകയും അവർക്ക് തണലായി അവർക്ക് സാന്ത്വനമായി മാറേണ്ട ആളുകൾ സ്വർണ്ണക്കുരിശിട്ട് വലിയ വലിയ ആഡംബര കാറുകളിൽ സഞ്ചരിച്ച് തങ്ങൾ പറഞ്ഞാൽ ഏത് വിട്ടിത്തരവും കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കൂട്ടരായി മാറാം. ഞാൻ ക്രിസ്ത്യൻ മിഷണറിമാർ മാത്രമല്ല ബിഷപ്പ്മാർ മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാർ ഇന്നിപ്പോൾ അവകാശപ്പെടുന്നവർ തൊട്ടിടരുത്, കൈ കാണരുത്, കാല് കാണരുത്, മിങ്കിൾ ചെയ്യരുത്, സ്റ്റേജിൽ വരരുത്, വന്നാൽ പ്രശ്നമുണ്ട്. ഇത് കേൾക്കാൻ ഒരു സമുദായത്തെ പോലും നശിപ്പിക്കുകയാണ്. അവരുടെ ബുദ്ധിയെ അവരുടെ കഴിവിനെ അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഇങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരും ഇങ്ങനെ മാപ്ലാനിയെ പോലുള്ള ബിഷപ്പ്മാരും അതുപോലെ തന്നെ നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ പുതിയ അവതാരമല്ല, എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ ലോകം വരും. ആരാണ് ക്ഷത്രരുത് കുടിക്കരുത് വിൽക്കരുത് എന്ന് പറഞ്ഞ ആരാണവരിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ തലത്തൊട്ടപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഈ മദ്യം കൊടുക്കുകയും അതുപോലെയുള്ള സംവിധാനങ്ങളും ജാതി മത ചിന്തകളൊക്കെ സോദരത്തേരെ വാഴുന്ന മാതൃക സ്ഥാനമാണിത് അല്ലേ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്തേനെ വാഴുന്ന മാതൃസ്ഥാനമാണെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ SNDP നേതാവ് ഇങ്ങനെ അധപതിക്കുകയാണ്. അത് ഉൾക്കൊള്ളുന്ന കേരളം എത്രത്തോളം അപകടപ്പെട്ടിരിക്കുന്നു എന്ന് കാലങ്ങളായി നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ വിജിലൻസ് കേരളത്തിലുണ്ട്, VS കൊടുത്തത്. അതുപോലെ തന്നെ ED ഉണ്ട്. ഒരു ഭാഗത്ത് പിണറായിയെ സ്നേഹിക്കും, നിങ്ങൾ തന്നെ ദൈവം, നിങ്ങൾ തന്നെ മൂന്നാമത് വരും, നിങ്ങൾ തന്നെ അജയൻ, നിങ്ങൾക്ക് ഇരട്ടച്ചങ്കല്ല 4 ചങ്കുണ്ട് എന്ന് പറയാനും കൂടി അദ്ദേഹം ധൈര്യപ്പെടും. കാരണം അത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പിടിക്കപ്പെടാൻ മറുത്ത മകനെ തുഷാർ വെള്ളപ്പള്ളിയെ BJPയുടെ ആളായിട്ടുണ്ട്. എത്ര വളരെ സുരക്ഷിതമായി എത്ര
ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇടി വരാതിരിക്കാൻ ഇലക്ഷൻ കാര്യമാകുമ്പോൾ തർക്കമുണ്ടാക്കും, കിട്ടിയതല്ലെന്ന് വായിക്കും. എന്നിട്ട് ഇപ്പോൾ പറയുന്നു മലപ്പുറം മഹാമോശമാണ്, മലപ്പുറത്ത് ഉണ്ടാവില്ല. ഇപ്പം എന്തുണ്ടായി? അതുകൊണ്ടുണ്ടായി SNDP എന്ന സംഘടന എത്രത്തോളം മലപ്പുറത്തെ ഈഴവരെ സ്നേഹിക്കുന്നില്ല എന്ന് കാണിക്കുന്നത് വാസ്തവത്തിൽ. കിട്ടിയ കോളേജുകളും സ്കൂളുകളും എല്ലാം തങ്ങളുടെ തട്ടകത്തിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുകയും മലപ്പുറത്തെ ഈഴവരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി, അവരുടെ പരിഷ്കരണത്തിന് വേണ്ടി, അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി, വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള കുറ്റകരമായ ഒരു സംഗതി വെളിപ്പെട്ടു വരികയാണ് വാസ്തവത്തിൽ. ഈ തരത്തിൽ ഒരു ഭാഗത്ത് നായന്മാരുടെ കുലത്തൊട്ടപ്പനായി സുകുമാരൻ നായർ, ഇതുപോലെ തന്നെ നമ്മുടെ ആര്യാമാർ, തൊഴിലാളി വർഗത്തിൻ്റെ ഉസ്താദുമാർ, തൊഴിലാളി വർഗവുമായി ബന്ധമില്ലാതിരിക്കുകയും മുതലാളിത്ത ആശയങ്ങൾ സ്വീകരിക്കുകയും എല്ലാവിധ അതിൻ്റെ ആഡംബരങ്ങളും അതിൻ്റെ ചൂഷണ രീതികളും ഒക്കെ കഴിയുന്ന തൊഴിലാളി നേതാക്കളാവുന്നത് ഗാന്ധി തൊപ്പി വെച്ചുകൊണ്ട് ഗാന്ധിയുടെ വിശേഷം മറക്കുന്ന നേതാക്കൾ, ഇങ്ങനെ പരസ്പരം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്രയധികം മഹാരഥന്മാരുണ്ടായിട്ടും ഇവരെയൊക്കെ അടിച്ച് പുറത്താക്കാൻ കഴിവില്ലാത്തൊരു ജനമായി കേരളം മാറുന്നു എന്നുള്ളൊരു വേദനാജനകരമായി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ മലപ്പുറത്തിലത്തെ ആളുകൾ പറയുകയാണ്, ഞങ്ങൾ അവിടെ താമസിക്കുന്നു. എത്രയോ വെള്ളപ്പള്ളി നടേശൻ നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, അവിടെ താമസിച്ചിട്ട് പോലില്ല, നിങ്ങൾക്ക് വരാൻ അവിടെ താല്പര്യമില്ല, വന്ന് 2 ദിവസം നിന്നാൽ നിങ്ങളുടെ മനസ്സ് മാറും എന്ന് പറയുന്ന ഈഴവരും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ നിലനിൽക്കണം. സ്കൂളുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ആളുകൾ തയ്യാറായിരിക്കുന്നു. ഞങ്ങളെല്ലാം വളരെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന സ്ഥലമാണ്, അത് നശിപ്പിക്കരുത് എന്ന് ഈ സമൂഹം മുഴുവൻ പറയുന്ന രീതിയിലേക്ക് വന്നിട്ടെന്നുള്ളത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം. പക്ഷേ വരാൻ പോകുന്ന വലിയൊരു ഗുരുതരമായ ഇതെല്ലാം ഈ പരിപ്പല്ല വിടവേവുമെന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്നു. മാപ്ലാനി മുതൽ നടേശം മുതൽ എല്ലാ ആളുകളും, മുസ്ലിം എല്ലാവരും ഈ ദൈവത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കേരളീയരെ പറ്റിക്കാൻ കഴിയുമെന്ന് വിശ്വസിപ്പിക്കുന്നു. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം ആരംഭിക്കും. ഇപ്പോൾ പോൾ തേലക്കാട്ട് കഴിഞ്ഞ പ്രാവശ്യം പണ്ട് കാലത്ത് റോമൻ കാത്തലിക് സഭയെ വളരെ ശക്തിയുക്തം പിന്തുണയ്ക്കുകയും അതിനെ ന്യായീകരിച്ചിരുന്ന ഇന്ന് മാറിയിട്ട് പല കാരണങ്ങളുണ്ടാവും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണോ മതം ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് അന്യൻ്റെ വേദന പ്രയാസത്തിൽ ഒരു ചെകിടത്ത് കാണിച്ച് മറ്റൊരു ചെകിട് കാണിച്ചു കൊടുക്കുന്ന ഒരു അതിനുവേണ്ടി ക്രൂശിൽ മരിച്ച ക്രൈസ്തവൻ്റെ സ്വഭാവമാണത്. ക്രിസ്തുവിൻ്റെ ആ സഭയുടെ ലക്ഷണം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു മതം ഒരു കണ്ടുപോയാൽ അവർ 2 കണ്ടുപോകട്ടെ എന്നാണോ ചിന്തിക്കേണ്ടത്? ഒരാൾ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? ഒന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് ഇവിടെയുള്ള ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ അയിമുക്കൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഓട്ടു തൊഴിലാളികളും സാധാരണ യുവജനങ്ങളെല്ലാം രംഗത്ത് വരികയും ഈ ചൂഷണം, ഈ പീഡനം, ഈ അടിച്ചമർത്തൽ എതിരെ നിങ്ങൾ മതം കൂടെ നിന്നാൽ പോലും ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് വിജയിച്ചാണ്. അന്ന് മനോരമയും ഭൂഷ മാധ്യമങ്ങളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ അയിമുക്കളെ കൊലപാതകളായിട്ട് ചിത്രീകരിച്ചിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമല്ല ഞാൻ പറയുന്നത്, പുരോഗമന പ്രസ്ഥാനം വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ ഉല്ലൂരങ്ങാടിയിലേക്ക് പെട്ടെന്ന് നിങ്ങളെ ശ്രദ്ധയിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ ഓട്ടുകമ്പനികളായിരുന്നു. ഓട്ടുകമ്പനിയിൽ എല്ലായിടത്തും നിങ്ങൾ കാണും മാതാവിൻ്റെയോ മുഴുവൻ ക്രിസ്ത്യാനി കുടുംബങ്ങളാണ് അധികം അത് കൈകാര്യം ചെയ്തിരുന്നത്. അവിടെ ഉണ്ടാവും. പക്ഷേ ആ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ വെച്ച് പച്ചക്കറി പറയാനും സംസ്കാരശൂന്യം സംസാരിക്കാനും പ്രയോഗിക്കാനും ഈ ഓട്ട് കമ്പനി ക്രിസ്ത്യൻ മുതലാളിമാർക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. അതിന് ചൂണ്ടുവിരൽ ഉയർത്തിയത് അന്ന് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അതിൻ്റെ ഫലമായി വേലായുധനെന്ന് പറഞ്ഞ ആ സഖാവിന് കുത്തിയേൽക്കുകയും ഒരു ഭാഗം തളരുകയും മരണം വരെ അദ്ദേഹം ശയ്യാവലംബിയായി. മാധവേട്ടനും അതുപോലെ തന്നെ TK കണ്ടംകൊളുത്തി പൊറിഞ്ഞു അദ്ദേഹം തലനാരിഴിക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷേ പ്രസ്ഥാനം നശിച്ചില്ല. അതാ ചരിത്രബോധം, ആ സമര പാരമ്പര്യ ബോധം മറന്നു പോകുന്നവരാണ് പുതിയ നേതാക്കൾ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലാണ് പലവിധ കഥകളും വരുന്നത്. അത് മറ്റൊരു കാര്യമാണ്. അതിൽ നിന്നാണ് നമ്മുടെ ആളുകൾ ഉണരേണ്ടത്. വാസ്തവത്തിൽ അധികാരത്തിന് പീഡനത്തിനെതിരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അടിച്ചമർത്തലിനെതിരായി സംസാരിച്ചുകൊണ്ട് സമത്വതുല്യമായ ഒരു ലോകം വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനെതിരായി നടത്തുന്ന ഏതിനെയും, അത് പിണറായി വിജയനാവട്ടെ,
ഇടപെടുന്ന പ്രശ്നമായിട്ട് നരേന്ദ്രമോദിയാവട്ടെ പാമ്പളാനിയാവട്ടെ ആരാണ് ജനങ്ങൾക്കെതിരായി ജനങ്ങളുടെ ജനാധിപത്യത്തെ തച്ചു തകർക്കാൻ അവർ ജനാധിപത്യത്തെ ഒരു ലെവലേശം ബഹുമാനിക്കാത്ത ആരുടെയും നമ്മൾ സ്വീകരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ വഖഫ് അങ്ങനെയാണ്, വഖഫിൻ്റെ പരിമിതികളുണ്ടാവും. മുൻപും ഇപ്പോൾ അങ്ങനെയാണ്. എത്ര തന്നെ ഉണ്ടെങ്കിലും കേസ് അതിൻ്റെ അതിസങ്കീർണമായ രീതിയിലേക്ക് പോകുന്നില്ല. വഖഫ് ഒരിക്കലും അത് വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വഖഫ് കൊടുത്ത ദൈവത്തിലുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ഫറൂഖ് കോളേജ് കൊടുത്തിരിക്കുന്നു. ആ ഫറൂഖ് കോളേജ് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ഒരു ക്രിസ്ത്യൻ വക്കീലാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ഞാൻ വേറെ തരത്തിൽ മനസ്സിലാക്കുന്നത് മുനമ്പം പണ്ട് കാലത്ത് അത് കുറുക്കം പോലും പോകാത്ത സ്ഥലമായിരുന്നു എന്നാണ്. പിന്നീടാണ് അത് വികസിച്ചത്. ഇന്നത് വേറെ പ്രശ്നങ്ങളായിട്ട് മാറാണ്. അപ്പോൾ നാം ചെറിയ പ്രശ്നങ്ങൾ പോലും അത് തീ കത്തിക്കുന്ന രീതിയിലേക്ക് കേരളം, അതേ അവസരത്തിൽ തന്നെ കേരളത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ബോധ നിലവാരവും ഉയർന്നു വരുന്നുണ്ട്. അതിനനുസരിച്ച് ഉയർന്ന രീതിയിൽ രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം കൊണ്ടുണ്ട്. ഈ ഇലക്ഷൻ കാലത്ത് വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓരോ സമുദായത്തെയും പ്രീണിപ്പിക്കുകയും അവരുടെ ജനങ്ങളെയല്ല, അവരുടെ അടിസ്ഥാന തലത്തിലുള്ള മനുഷ്യരെ കുറിച്ചിട്ടല്ല സംവാദം, മറിച്ച് അവരുടെ മേലെയുള്ള മേലധ്യക്ഷന്മാരായിട്ടുള്ള സംസാരം, സന്ധികൾ, ഒത്തുതീർപ്പുണ്ടാക്കൽ ഒക്കെ ചെയ്തിപ്പോൾ എന്താ അവരാണ് ഈ എല്ലാ ക്രിസ്ത്യാനികളുടെയും മൊത്ത കച്ചവടക്കാരായി മാറുകയും ഈഴവരുടെയും മൊത്ത കച്ചവടക്കാർ, എല്ലാ നായന്മാരുടെയും എല്ലാവരുടെയും മൊത്ത കച്ചവടക്കാരെ മാറി വിലപേശുന്നവരായിരിക്കും. ഇവിടെ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നേക്കന്നിയെ പോലുള്ള ആളുകൾ പലരും പറയാം അയാൾ കൊള്ളില്ല, അതില്ല, ഇതില്ല, എന്നൊക്കെ പറയും. പക്ഷേ ഇത്യാദി കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുത്ത ഒരാളാണ് കെനഡി. ഇപ്പോഴും ഈ പിണറായി വിജയൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നത് ജാതിമത ശക്തികൾക്ക് വല്ലാതെ കിടന്ന് ആക്രമിക്കാൻ കഴിയില്ല. പക്ഷേ തന്ത്രപരമായിട്ടുള്ള മൗനം, വെള്ളപ്പെട്ടി നടേശൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ PC ജോർജിനോട് അതേ നിലപാടെടുക്കേണ്ടതാണ്, അതിനേക്കാൾ ശക്തമായ നിലപാടെടുക്കേണ്ടതാണ്. ഇത്തരം എന്തായാലും നവോത്ഥാന സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ഇങ്ങനെയാണോ പറയേണ്ടത്? ഇത് തെറ്റായ സന്ദേശമല്ല ഉണ്ടാക്കേണ്ടത്. ഇത്യാദി ആളുകളെ തിരുത്തേണ്ട ചുമതല നമുക്കുണ്ട്. വോട്ട് ബാങ്കല്ല നോക്കേണ്ടത്. വാസ്തവത്തിൽ പിണറായി വിജയനും കുറ്റം പറയാൻ സാധിക്കില്ല. ഇവിടെ സത്യസന്ധമായി പ്രവർത്തിച്ച ശരീരത്തിനെ കുറിച്ച് സംശയം EMS പറഞ്ഞപ്പോൾ ശരീരത്ത് തെറ്റാണെന്നും അത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് വികസിത കാലാവസ്ഥ ശരിയല്ലെന്നും പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഭരണം തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടിലായിട്ട് വോട്ട് ബാങ്ക് പോയിട്ടുണ്ട്. അന്ന് മാധ്യമങ്ങളോ ബഹുസമൂഹമോ ഏറ്റെടുത്തില്ല. ഇപ്പോൾ ശബരിമലയിൽ ഞാൻ വീക്ഷിച്ചപ്പോഴാണ് ശബരിമലയിൽ കയറാൻ ശ്രമം ധൃതി കൂടി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ പൊതുസമൂഹം ഏറ്റെടുത്തുവോ? ശരിയായിട്ട് ഏറ്റെടുത്തോ? ഇല്ല. CPM-നെ ഒറ്റപ്പെടുത്താനും അതിന് ദളിത് ആദിവാസി സംഘങ്ങളൊന്നും കൃത്യമായിട്ട് മുന്നോട്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ പൊതുസമൂഹം ഇങ്ങനെ അതുകൊണ്ടാണ് ശ്യാമകുമാറിനൊക്കെ വധഭീഷണിയും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. അതിനെ പ്രതിരോധിക്കാൻ സമൂഹ മനസ്സാക്ഷി കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാ തരത്തും ഉണ്ടാവും. അതായത് ഈഴവരുടെ ഇടയിലും ഇതിൽ വ്യത്യസ്ത ഇങ്ങനെയുള്ള നാരായണഗുരുവിനെ വളരെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നവരുണ്ട്. അവർ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ പ്രതീക്ഷ ഇപ്പം എമ്പുരാൻ്റെ കഥ വരികയാണ്. എമ്പുരാൻ ഒരു സിനിമ വന്നു. ഞാൻ പറയാം ഏത് സിനിമയാവട്ടെ കാണണം. ഇപ്പോൾ സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കാണേണ്ടതാണ്. അയാളുടെ അഭിപ്രായമാണ്. സിനിമയായിട്ട് കാണണമെന്ന് അപ്പോഴും ഇപ്പോഴും പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഇരട്ടാപ്പയ്ക്കരുത്. ഇപ്പം നമ്മുടെ ഉണ്ണിമൂന്നിനെ നമ്മൾ എത്രയോ സമയത്തിൽ ക്രൂശിച്ചു. അതിൻ്റെ ആവശ്യമുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചു, അയാളപ്പോൾ ഈ സംഖ്യയാക്കി, അത് മറ്റോണിങ്ങനെ മമ്മൂട്ടിയിലേക്ക് വെച്ച് അയാളെ കൊങ്കിയാക്കി, അയാൾ കമ്മിയാക്കി. ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ലായ്മയുണ്ട്. വാസ്തവത്തിൽ അത് സിനിമയാണെന്നും ആ സിനിമത്തിൽ പ്രമേയത്തോളം കടുത്ത വിമർശനം ഉണ്ടെങ്കിൽ അത് പറയാമെന്നും അല്ലാതെ ഈ തരത്തിലുള്ള PDയെ പേടിച്ച് അതിൻ്റെ പേര് മാറ്റുന്നു മറ്റും. ഇത് വാസ്തവത്തിൽ ഒരു കച്ചവട തന്ത്രം കൂടിയായിരിക്കാം. പൃഥ്വിരാജ് വളരെ ബുദ്ധിമാനാണ്. പക്ഷേ അദ്ദേഹം ശക്തമായി നിലകൊള്ളുന്നു. എനിക്ക് തോന്നി ഈ മുരളി ഗോപിയുടെ സ്റ്റാൻഡ് വളരെ ശക്തമാണ്. ഞാൻ ഏതോ കഥാപാത്രം ലെഫ്റ്റ് കഥാപാത്രം പോലെ എൻ്റെ അതൂട്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനാണ്. ഞാൻ ജീവിതകാലം ആ വാക്ക് മാറില്ല, എനിക്കൊരു അച്ഛനേ ഉള്ളൂ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അത് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. PD വരുന്ന പേടിച്ചപ്പോൾ അവർ വെട്ടിക്കളഞ്ഞു. ഇത്ര കാലം ഗോകുലം ഗോപാലൻ വലുതായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ സന്തോഷിപ്പിക്കാൻ അറിയാം, കോൺഗ്രസ് സന്തോഷിപ്പിക്കാനും അറിയാം, RSകാരെ സന്തോഷിപ്പിക്കാനും അല്ലാണ്ടെന്നുള്ളൂ. മുതലാളിമാർ ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇത് കുറച്ച് കാലത്തേക്ക് ഇതുണ്ടാവുള്ളൂ. പക്ഷെ ഇതിൻ്റെ മുറിവ് വല്ലാത്ത രീതിയിലേക്ക് ഉണർന്നു പോകുന്നു എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ
ഇത് ജാതിമത അസഹിഷ്ണുതയുടെ കാര്യമാണെങ്കിൽ, മറിച്ചത് മയക്കുമരുന്നിൻ്റെ, മദ്യത്തിൻ്റെ എത്രയോ കാലങ്ങളായി നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ നാട്ടിൽ. ഈ എന്തുകൊണ്ടാണ് ഇത്? ഇപ്പോൾ 24 ചാനൽ വളരെ ഇതിനെതിരായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനും പങ്കെടുക്കേണ്ടി വരുന്നു. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മദ്യവും മയക്കുമരുന്നും ഈ ആളുകൾ സ്വീകരിക്കുന്നത്, കുട്ടികൾ ചെയ്യുന്നത്? അവർക്ക് ലഹരിയാണ്. എന്താണ് ലഹരി? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ, കൂട്ടുകൂടുന്നതോ, സ്നേഹിക്കുന്നതോ, പുസ്തകം വായിക്കുന്നതോ, സംഘം ചേരുന്നതോ, അത് നൃത്തമാടുന്നതോ, സന്തോഷിക്കുന്നതോ ഒന്നും ലഹരിയല്ലെന്നും, മറിച്ച് പുറമെന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് ചേർത്ത് കഴിക്കുകയോ വലിക്കുകയോ കുത്തിവെക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ലഹരി ഉണ്ടാവുള്ളൂ എന്നും, ആ ലഹരിയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്നും ചെറുപ്പം മുതലേ വീഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ മറ്റെല്ലാം അതെല്ലാം ചെയ്തിൽ മോശമാണ്. ഇങ്ങനെ കുട്ടികളിലും സമൂഹത്തിലും എന്ത് കഴിച്ചാലും ലഹരി ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം. ഡോപ്പമിൻ കൂടുതലാണ്, ഡബിളായിട്ട് കൂടുന്നു. അതേപോലെ തന്നെ അതിൻ്റെ പിൻവാങ്ങലുണ്ടാകുമ്പോൾ അതേ സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഡോപ്പിൻ കൃത്രിമമായിട്ട് കൂടുന്നതാണോ നൈസർഗികമായിട്ട് കൂടുന്നതാണോ നമുക്ക് ആവശ്യം വേണ്ടത്? നൈസർഗികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ഒരു കൂട്ടായ്മ, നമ്മുടെ ഒരു സംഘം ചേരില്ലേ, ഒരു ഓണം, ബക്രീദ് അല്ലെങ്കിൽ ക്രിസ്തുമസ്, അല്ലെങ്കിൽ ഒരു ഡയാലിസിസിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് വീട് പണിതു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ദരിദ്രരായ കുട്ടിക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടാക്കി, ഇതൊക്കെ ലഹരിയായിട്ട്, അങ്ങനെയാണ് ലഹരി കാണേണ്ടത്. അല്ലെ പുസ്തകം വായിച്ച് ശാസ്ത്ര സ്നേഹം കൊണ്ട് ഇതൊക്കെ ലഹരിയാവുന്നു. പകരം മദ്യം കഴിക്കുക, അല്ലെങ്കിൽ അപ്പോൾ പറയും ഇത് രാസലഹരിക്ക് മാത്രമാണ്. രാസലഹരി കൊണ്ട് മാത്രം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാളികൾ പറയും പണിയെടുക്കുന്ന വിഷമം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മദ്യം കഴിക്കുന്നത്. ആ മദ്യം കഴിക്കാണ്ട് വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കഴിക്കേണ്ടി വരുന്നു. ഇപ്പോൾ പണ്ട് കാലത്ത് അമ്മമാർക്ക് ഈ അസുഖം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അധ്വാനഭാരവും ടെൻഷൻ കുറയ്ക്കാൻ ഒന്നും ചെയ്തിരുന്നില്ല പാവങ്ങൾ. ഇപ്പോൾ അവരും പുരുഷന്മാരോടൊപ്പം സമത്വത്തിലെത്താൻ ശ്രമിക്കുകയാണ്. സ്ത്രീകളും കുടിച്ച് കൂത്താടി റോഡിൽ കിടക്കുന്ന കാര്യമാണ്. എന്താ സ്ത്രീകൾക്ക് കൂത്തുകൂടാ? ആണുങ്ങൾക്ക് കൂത്തുകൂടാമെങ്കിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ട്? നല്ല അംശങ്ങളാണ് പുരുഷനും സ്ത്രീയൊക്കെ സ്വീകരിക്കേണ്ടത്, ചീത്ത അംശമാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആ കുട്ടികൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ സന്തോഷിക്കുന്നൊരു വലിയവരുടെ കൂടെ ഞങ്ങൾക്ക് മദ്യം കഴിച്ച് പിടിക്കും, അതുപോലെ തന്നെ സിഗരറ്റ് വലിച്ച പിടിക്കും, കഞ്ചാവ് വലിച്ച പിടിക്കും. അപ്പം എന്ത് വേണം? വളരെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്. എന്താണ് സ്ട്രെസ്? എല്ലാവരും ജയിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ തോറ്റാൽ എല്ലാവരും കൂടി ആക്രമിക്കും. നീ അതായോ ഇതായോ തോറ്റോ, നാണം കെട്ടവൻ, നിനക്ക് കഴിവുണ്ടോ, നിനക്ക് ജോലിയുണ്ടോ, നീ കോളേജിൽ പോയോ, നീ MBBS പോയോ, മറിച്ചത് നിനക്ക് വീടുണ്ടോ, കാറുണ്ടോ, ഫ്രിഡ്ജുണ്ടോ, നിൻ്റെ അപ്പൻ മറ്റതാണോ, ഒരു തൊഴിലാളി ആയിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് പോലും വിവാഹം കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്താണ് നമ്മൾ അങ്ങനെ ആക്കിയിരിക്കുന്നത്? ഇങ്ങനെ നമ്മൾ സംസ്കാരം ഉണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികൾ കാണുന്നതാണ് ഒരു തുണ്ട് ആരറിയില്ല, വായിൽ വെച്ചാൽ മതി. വായിൽ വെച്ചാൽ എല്ലാ സ്ട്രെസ്സും പോവും, പഠിക്കുന്ന ഉഷാറ് കിട്ടും, നല്ല ധാരണയുണ്ടാകും, എല്ലാ സങ്കടവും മാറും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു പെൺകുട്ടി, ഒരു കുട്ടികളുടെ സ്കൂളത്തെ ബംഗാളിലത്തെ കുട്ടി തൂങ്ങിയിട്ട് മരിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു വരി കിട്ടി. ഇങ്ങനെ വരി കാണുമ്പോൾ നോക്കുക മാസത്തിൽ, എൻ്റെ മോളെ ഞാൻ ആദ്യമായൊന്ന് ചുംബിച്ചത് അവരുടെ ജീവനില്ലാത്ത നെറ്റിയിലായിരുന്നു. എൻ്റെ മോളെ ഞാൻ ആദ്യമായൊന്ന് ചുംബിച്ചത് അവരുടെ ജീവനില്ലാത്ത നെറ്റിയിലായിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ളയുടെ വരികളാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ആ കുട്ടികളുമായി സംസാരിക്കാനോ അവരുടെ വേദനകളിൽ പങ്കുചേരാനോ വികാരങ്ങളിൽ പങ്കുചേരാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാത്തോടത്തോളം കാലം, നമ്മുടെ കുടുംബങ്ങളിൽ ജനാധിപത്യം വരാത്തോടത്തോളം കാലം, ഇതൊന്നും വന്ന വരുത്തിയ ആളാണെന്നുള്ള ധാരണയല്ല ഞാൻ സംസാരിക്കുന്നത്. ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. എല്ലാ തൊഴിലിലേക്കെതിരായിട്ട് നമുക്ക് മുന്നേറാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പം നടത്തുന്ന പരിപാടികൾക്കെല്ലാം നല്ലതാണ്, അതിനെല്ലാം അഭിവാദ്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ഇതൊരു തട്ടിപ്പായി, ഇതൊരു പബ്ലിസിറ്റി ആയിട്ട് മാറ്റരുത്. മദ്യമൂല്യക്കാരോടും എനിക്ക് വിമർശനമുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ശ്ലാഘിക്കുന്നതോടൊപ്പം തന്നെ എതിർക്കും കൂടി വേണം. സംഘടനകളെ പെറ്റുപെരുകി ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് ചാടി അതിന് സെക്രട്ടറിയായി, മറ്റേ സെക്രട്ടറിയായി, അതിൻ്റെ പത്രത്തിൽ പേര് വന്ന് അങ്ങനെ അല്ല നടത്തേണ്ടത്. മറിച്ച് ഓരോ ഗ്രാമങ്ങളും ദത്തെടുത്തുകൊണ്ട് എല്ലാ ആളുകളെയും
ഈ മദ്യവർജന സമിതിക്കാർ മാത്രമേ നടക്കില്ല കാര്യമല്ല. എല്ലാ സമുദായത്തിലെയും ആളുകളെയും ഒത്തൊരുമിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയ താല്പര്യമായിട്ടല്ല വേണ്ടത്. ഇതെല്ലാം ചെയ്തിട്ട് കോൺഗ്രസിനെ വോട്ട് പിടിക്കുന്ന സംഗതിയോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് പിടിക്കുന്ന രീതിയിലല്ല ഇത് സംഘടിപ്പിക്കേണ്ടത്. മറിച്ച് രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് സാധാരണ മനുഷ്യരുടെ, സാധാരണ കുട്ടികളുടെ മാനവരാശിയുടെ എന്താണ് ആ മാനവശേഷി നശിക്കുന്നു, സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ഈ വലിയ വലിയ ഈ രാജ്യദ്രോഹികൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ധാരണയിൽ മാറ്റിയെടുക്കാനുള്ള അവസ്ഥ സംഘടനകൾക്കുണ്ടാവും. സംഘടന പേര് വരുന്നതിലല്ല, സംഘടന പ്രസിഡന്റ് ആവുന്നതിലല്ല എന്നും കൂടി. അപ്പോൾ ഇവിടെയുള്ള ഈ ഇന്ന് സർക്കാർ നടത്തുന്ന പരിപാടികളെ യോജിക്കുന്നതോടൊപ്പം തന്നെ ഈ ബാറുകൾ കൂടുതൽ നൽകുന്നതിനെ എതിർക്കുകയും ചെയ്യുന്ന ദ്വിമുഖ സമരത്തിൽ നമ്മൾ പങ്കുചേരേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾ എത്രയോ കാലമായി ഇതിനെ സംസാരിക്കുന്നുണ്ട്. ഈ കോടതി സമരം അതിൻ്റെ എത്രയോ ദിവസങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേദനാജനകമാണ്, കുറ്റകരമായ ഒരു മാനസികാവസ്ഥയും എൻ്റെ സുഹൃത്തുണ്ട്. 5586 ദിവസം, 1366 ദിവസമായി അവർ വ്യക്തിസ്വാതന്ത്ര്യവും പൊതുസമൂഹവും സമരവുമായി ബന്ധപ്പെട്ടിട്ട് കല്ലൂക്കാരൻ സഹദേവൻ, അതുപോലെ തന്നെ ശകുന്തള സുബ്രഹ്മണ്യൻ, പാണപ്പറമ്പിൽ ജിജീഷ്, പാലക്കാട് രാകേഷ്, പുളിപ്പറമ്പിൽ മുരളീധരൻ, പുളിപ്പറമ്പിൽ അരുൺ, പാറയ്ക്ക് ഹരിദാസ്, വെങ്ങാൽ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട്. നിസ്സാരമല്ലെന്ന് ഞാൻ പറയും. ഈ ജനാധിപത്യത്തെ രാജ്യത്തിന് വേണ്ടി പോരടിച്ച് മരിച്ച ധീരരായ ജീവത്യാഗം ചെയ്ത മനുഷ്യരെ ഓർത്തുകൊണ്ടുള്ള അവരോർക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അഭിമാനിക്കാം. അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ, നല്ല ഭാരതം ഉണ്ടാക്കാൻ, മനുഷ്യരെ നശിക്കാതിരിക്കാൻ പോരാടുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെന്ന് വിചാരിച്ചുകൊണ്ട് ഈ നിശബ്ദമായ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാം ഇപ്പോൾ പാവങ്ങളുടെ വേറെ സ്ഥലത്ത് 100 വർഷം കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ സമയത്ത് ആ ബിഷപ്പിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ മാപ്പിളാനിയോടും അതുപോലെ തന്നെ വലിയ ബിഷപ്പ്മാരോടും ഞാൻ വായിക്കാൻ പറയുകയാണ്. നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് ആ ബിഷപ്പിലൂടെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കറുത്തവനാണ് വെളുത്തോളം നടക്കില്ല. ഒരു രാത്രി വരുന്നു, എൻ്റെ അടയ്ക്കാത്ത വാതിൽ തുറക്കുകയും വരികയും ഭക്ഷണം ഭൂഷനായി കേൾക്കുകയും എല്ലാ കഥകളും നമുക്കറിയാം. മാതൃഭൂമി അടുത്ത് ഇത് പറയുകയും നാടകം അവതരിപ്പിക്കുകയും വളരെ ഗംഭീരമായിരുന്നു ആ അവതരണം. ശരിക്കും ദൃശ്യമായിട്ട് നമുക്ക് ദൃശ്യവൽക്കരിക്കപ്പെടും, നമുക്ക് കണ്ട പോലെ തോന്നുന്നു. അദ്ദേഹം വരുന്ന ഭക്ഷണം കൊടുക്കുന്നു, ബിഷപ്പിന് അതിൻ്റെ ചരിത്രമുണ്ട്. കൊടുക്കുന്നു, കരുത്ത് കൊടുക്കുന്നു. അവൻ എഴുന്നേൽക്കാൻ പിറ്റേ ദിവസം പോകേണ്ടതാണ്. അപ്പോഴാണ് വെള്ളിക്കാല് കാണുന്നത്. വെള്ളിക്കരണ്ടിയുമായിട്ട് എനിക്കിരുന്ന ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും കേൾക്കുക. ആ കൊണ്ടുപോകുന്നു, പിറ്റേ ദിവസം പിടിക്കുന്നു, പോലീസ് വരുന്നു. അദ്ദേഹം പോലീസ് ബിഷപ്പിൻ്റെ ആണല്ലോ, അതെ എൻ്റെയാണ്, ഞാൻ അവന് കൊടുത്താണ്, എൻ്റെ സഹോദരനാണ് എന്നാണ് പറഞ്ഞത്. എൻ്റെ സഹോദരനാണെന്ന് പറയാവുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയാവുന്നത്. അല്ലാണ്ട് ഈ മുസ്ലിമുകളുടെ എൻ്റെ ഒരു കണ്ണു പോയാൽ മുസ്ലിമിന് 2 കണ്ണു പോകുന്നവർ ബിഷപ്പ്മാരല്ല. ഈ സ്വർണ്ണ ചെയ്തിട്ടിട്ട് കാറിൽ കുത്തിയിരുന്ന് നടക്കുന്നവരല്ല. വാസ്തവത്തിൽ തട്ടിപ്പാണ്. ഒരു ദൈവ സാന്നിധ്യമൊന്നും ആർക്കുമില്ല എന്നുള്ളതാണ്. ദൈവം മനുഷ്യർ തമ്മിൽ അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യർക്ക് പരസ്പരം നേരിട്ട് മുഖാമുഖം ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ബിഷപ്പിലൂടെ സന്യാസിയിലൂടെയൊന്നും ദൈവം സന്നിവേശിക്കപ്പെടുന്നില്ല. അതാണ് സത്യം. പിന്നെ തട്ടിപ്പ് പറഞ്ഞാൽ വിശ്വസിക്കുന്ന വിഡ്ഢികളായാന്ന് വൃത്തിയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞാൽ അധികം ഞാൻ പറയുന്നില്ല. നമ്മളുടെ പ്രളയവും കണ്ടു, നമ്മളുടെ കോവിഡും കണ്ടപ്പോൾ ഒരു സന്യാസിമാരെയും ഞാൻ കണ്ടില്ല, ഒരു ബിഷപ്പ്മാരും കണ്ടില്ല. എല്ലാവരും വീട്ടിൽ പോയി ഒളിച്ചിരുന്നു. എല്ലാവിധ സർവശക്തരായിട്ടുള്ള ആൾ ദൈവങ്ങളെയും കണ്ടില്ല. അവരൊക്കെ വീട്ടിലിരുന്നു. എന്നിട്ട് എന്താ വീട്ടിലിരിക്കാൻ എന്നാൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്റി തന്നില്ല. എല്ലാ ദൈവങ്ങളെ അവർ വിളിച്ചിട്ട് ഈ കോവിഡ് അങ്ങോട്ട് നിർത്താമായിരുന്നില്ല, നിർത്തിയില്ലല്ലോ. അപ്പോൾ അവർക്കൊന്നും അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിൽ പറയുന്ന മനുഷ്യൻ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോൾ ആശ്വാസത്തോടുകൂടി തട്ടുന്നത്, മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയല്ല മോളെ, ഞങ്ങൾ കൂടിയുണ്ട്. ഏതോ ഞാൻ ഒരു ടീച്ചറുടെ കഥ, ഒരു കുട്ടിയുടെ കഥ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. വായിച്ചത് ഇതാണ്, ഓലിനിയാണ്. അപ്പോൾ ഒരു കുട്ടി അവനെല്ലാത്തിനും എതിർപ്പായിരുന്നു, എല്ലാവരും നിരാശയായിരുന്നു. അവനെന്നും ടീച്ചർമാർ ചീത്ത പറയും, എല്ലാ തെമ്മാടി കള്ളൻ തണ്ടി എന്നൊക്കെ വിളിക്കും. അവൻ ഒരു ദിവസം ലൈബ്രറിയിൽ പോകുന്നു, ലൈബ്രറിയിൽ ഒരു പുസ്തകം കൊണ്ടു. ലൈബ്രറി പുസ്തകം എടുത്ത് വായിക്കാനുള്ള ദൂരം കൊണ്ടല്ല,
ഉപശ്രീയ ഒരു അഗ്നനത്രയായ ഒരു സ്ത്രീ സിഗരറ്റ് വലിച്ചിരിക്കുന്നു കണ്ടു. ആ ആ ആ സ്ത്രീയെ കണ്ടപ്പോൾ ആ ചെറുപ്പത്തിൽ അന്നത് അതിന് കാണാനുള്ള ആഗ്രഹത്തിൽ വായിച്ചു. കുറേശ്ശെ ആ വായന അത് ജ്വരം പിടിക്കുകയും ആ കഥ എന്തായി തീരുമെന്നുള്ള ആഗ്രഹത്തിലും കൂടുതൽ വായിക്കുകയാണ്. വായിച്ചവൻ ആ പുസ്തകം വയ്ക്കുന്നു. അത് കട്ടെടുത്ത പുസ്തകമാണ്, തിരിച്ചത് തിരിച്ചു കൊടുക്കും, വേറെ പുസ്തകം എടുക്കുന്നു. ഇങ്ങനെ കട്ടെടുക്കൽ തുടങ്ങി ആ ലൈബ്രറി മുഴുവൻ വായിച്ചു തീർക്കുകയാണ്. അവസാനം അയാൾ വലിയതായി അവൻ ജഡ്ജിയായി ഒന്ന് മാറുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇതൊക്കെ അറിഞ്ഞ ടീച്ചർ അറിയുന്നത് എന്നാണ് എൻ്റെ ധാരണ. വളരെ രസകരമായ കാര്യം, ഈ ടീച്ചർ ഇവനെ ചീത്ത പറഞ്ഞൊരു ടീച്ചറാണ്. നീ എന്ത് നേരം വൈകി വരുന്നവൻ, അനുസരണയില്ലാത്തവൻ, കള്ളൻ, മടി എന്നൊക്കെ വിളിച്ച ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറാണ് വെളിപ്പെടുത്തിയത്. ശരിയാണ്, ഇവൻ കട്ടുകൊണ്ട് ഉലീന എന്ന് തോന്നുന്നു. ആ കട്ടുകൊണ്ടുപോയ പുസ്തകം ടീച്ചർ കാണുകയും ടീച്ചർ അവിടെ പകരം മറ്റൊരു പുസ്തകം വയ്ക്കുന്നു. ഇങ്ങനെ പുസ്തകങ്ങൾ തേടി കിലോമീറ്ററോളം നടന്ന് കാറിൽ സഞ്ചരിച്ച് അവന് വേണ്ടി പുസ്തകം കൊണ്ടുവയ്ക്കുകയും അവന് മാറ്റി തീർക്കുകയും ചെയ്തു. ഇതും നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു വലിയ നമുക്കൊരു അധ്യാപകർക്കുള്ള ചുമതലയാണ്. വെറുതെ കാശ് മേടിക്കൽ മാത്രമല്ല അധ്യാപകർ. പലരും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇവർ സ്നേഹത്തിൻ്റെ ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞ അക്കാദമിക് കാര്യങ്ങൾ മാത്രമല്ല, അക്കാദമിക് ഇതര പാഠ്യേതര വിഷയങ്ങളും കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഒരു കുട്ടിയുടെ നോക്കിയറിയാം. രണ്ട് കണ്ണിലുള്ള ജലരേഖ, വേദനയുടെ ജലരേഖ കണ്ണിൽ കാണാം. അവൻ്റെ മൗനം, അവൻ്റെ നെറ്റിച്ചുള്ളിലുള്ള വിദ്വേഷമൊക്കെ പതുക്കെ ചെന്നാൽ നമുക്കറിയാവുന്നതാണ്. അവർ അത് അലിഞ്ഞു ചേരും. അവരെ സ്വാതന്ത്ര്യം. ഞാൻ ലൈസ ടീച്ചർ പെട്ടത് ഓർമ്മ വരണം. വലിയ സ്കൂളത്തെ അച്ഛൻ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതറിയില്ല. ഒരു 1ാം ക്ലാസ് ചെല്ലുമ്പോൾ അമ്മ പോയി കഴിഞ്ഞാൽ കുറച്ചിനെ കരയും. ഉണ്ണിയെ വിളിച്ച് വരുത്തി അവനെ കെട്ടിപ്പിടിച്ച് അമ്മ വരും എന്ന് പറയുന്നതോടുകൂടി കുട്ടി ശാന്തമാവും. അവൻ അമ്മയെ ടീച്ചറിൽ കാണും. അത് വളരെ സുന്ദരമായൊരു സങ്കല്പമാണ്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ തരത്തിലേക്ക് മാറ്റപ്പെടേണ്ട ലോകമായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇതിങ്ങനെ സാന്ദ്രമായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ തരത്തിലേക്കാണ് ക്രിസ്തുവിനെയും ഈ മഹാമാരൊക്കെ നമ്മളിലേക്ക് വരുന്നത്. നാരായണ വിവേകാനന്ദനാവട്ടെ ഒക്കെ, അല്ലെങ്കിൽ വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് പറയുമായിരുന്നു. അദ്ദേഹം എന്ത് ഭ്രാന്താണെന്ന് പറയുമായിരുന്നു. അംബേദ്കറുടെ ജീവചരിത്രം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം സ്കൂളിൽ ഏറ്റവും പിന്നിൽ ഒരു ചണത്തിൻ്റെ ഇരുത്തിയിട്ടാണ്. എല്ലാവരും ബെഞ്ചിലിരിക്കുമ്പോൾ അംബേദ്കർ മാത്രം പിന്നിൽ. അദ്ദേഹം ചുമരിൽ എഴുതാൻ സമ്മതിച്ചിരുന്നില്ല. ബ്ലാക്ക് ബോർഡിൽ എല്ലാ കുട്ടികളും നിൽക്കും. ഒരു അധ്യാപകർ പറഞ്ഞു, ഈ അംബേദ്കർ എഴുതുന്നത് കാണാൻ പറ്റാത്ത വരണ്ട എന്ന് പറയാൻ ധൈര്യം കാണിച്ചിരുന്നു. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്, നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്, നമ്മുടെ പ്രവൃത്തിയിലുണ്ടാവുന്നതാണ്. പ്രവൃത്തിയിലാണ് വേണ്ടത്, പ്രവൃത്തിയിലാണ് ഇല്ലാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സമ്മതി ചെയ്യാണ്. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ മുന്നിൽ കാണുന്നത് ചുവപ്പോ പച്ചോ മഞ്ഞോ ഒന്നല്ല പ്രശ്നം. നീതികേടുണ്ടോ, അസമത്വമുണ്ടോ, അടിച്ചമർത്തലുണ്ടോ, അവിടെ അക്രമമുണ്ടോ, നാം എതിർത്തിരിക്കണം. ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ വീണ്ടും വായിക്കപ്പെടുകയാണ്. ഗോത്രയിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള സംഘർഷം, അത് പിന്നീട് മുസ്ലിം ബാലികയെ ട്രെയിനിൽ വലിച്ചുകൊണ്ടെന്നുള്ള കിംവന്തി, ഇതൊക്കെ ഉണ്ടാവും. ഇതിന് സംശയങ്ങളുണ്ട്. ബാനർജി കമ്മീഷൻ വരുന്നു, നാനാവധി എല്ലാ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അതിൽ രാഷ്ട്രീയക്കാർ നരേന്ദ്രമോദി രാഷ്ട്രീയ കൊയ്ത്ത് നടത്തുന്നു. 6ഉം 5ഉം ബോയിൽ മാത്രം കത്തുന്നു. ഒരു കാര്യം ശരിയാണ്, ആ കത്തുന്നത് വെറും മണ്ണെണ്ണ ഒഴുക്കിയെന്നാവില്ല, കൃത്യമായിട്ടും അത് കത്തിച്ചുണ്ട്. ആരാ കത്തിച്ചെന്നറിയില്ല, ഒഴുക്കിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ പേരിൽ കലാപങ്ങൾ, കൊലപാതകങ്ങൾ, ഒരു പൂർണ്ണ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കയറ്റി വലിച്ചെടുക്കുക. യശ്പാൽ ശർമ്മയുടെ കൊണ്ട് ഇന്ത്യ വിഭജനത്തെക്കുറിച്ചിട്ടുള്ള ഞാനന്ന് വിചാരിച്ചിട്ടില്ല അത് സത്യമാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏത് ഭ്രാന്തനും ഇത് ചെയ്യും. മാപ്ലാനിയെ അനുകരിക്കുന്ന, വെള്ളപ്പള്ളി നടേശനെ അനുകരിക്കുന്ന, ശശിനെ ടീച്ചറെ അനുകരിക്കുന്ന ആളുകളെല്ലാം, അവരുടെ അനുയായികളെല്ലാം മനസ്സിൽ ഇതുണ്ടാവും. ഇവിടെ വിചാരിച്ച ഗോൾവാൾക്കർക്കൊക്കെ പ്രധാനമുണ്ട്. ഗോപീകൃഷ്ണൻ പറയുന്നല്ലോ, ഗോഡ്സെ ഉണ്ട മാത്രമാണ്, ആശയം ഉൽപ്പാദിപ്പിച്ച് വേറെ തോക്ക് വേറെയാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അടയാളപ്പെടുത്തുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിമുകളും ശത്രുക്കളാണ്. അവരെ കൊല ചെയ്യപ്പെടാനാണ്. ക്രിസ്ത്യാനികളെല്ലാം കൊല ചെയ്യപ്പെടാനാണ്. അവരാണ് പിന്നീട് ആരെയാണ് കൊല്ലുക? ദളിത്
ദളിതരെ ചവിട്ടി പിടിക്കുക വേണ്ടിയാണ് ഇത് അശ്രീഷ്ണയുടെയാണ്. അതാണ് നമ്മുടെ ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറയുക, അദ്ദേഹം ബുദ്ധിമത ആകാശത്ത് നിന്ന് താഴത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഈ ഫിലോസഫി. നമ്മൾ അതിൽ നിന്നെല്ലാം പഠിക്കേണ്ട സമയം ഇനി എന്നാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നതെല്ലാം പലപ്പോഴും സൂത്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. ഒരാളുടെ കവിതയെ കുറിച്ചുള്ളൊരു കവിത എൻ്റെ മനസ്സിലുണ്ടായി ഞാൻ എഴുതി വെച്ചിട്ട് അത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. അങ്ങ് ആ തരത്തിലേക്ക് നാം മാറുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ക്ഷമിക്കുക, ഞാനിതെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കവിയായിരിക്കുക എളുപ്പമാണ്. അലി കടുകശ്ശേരി എന്നാണ്. എന്താണ് കവിയായിരിക്കുക എളുപ്പമാണ്? കവിത എഴുതിയാൽ മതി, കവിയായി ജീവിക്കുക പ്രയാസമാണ്. കവിയായി എളുപ്പമാണ്, കവിത എഴുതിയാൽ മതി, കവിയായി ജീവിക്കുക പ്രയാസമാണ്. പുതിയ വാക്കുകളോട് നീതി പുലർത്തണം. കവിത എഴുതിയാൽ മതി, കവിയായിരിക്കുക എളുപ്പമാണ്, കവിയായി ജീവിക്കുക പ്രയാസമാണ്. എഴുതിയ വാക്കുകളോട് നീതി പുലർത്തുക. പച്ചമനുഷ്യരോട് ചേർന്ന് നിൽക്കണം. പഠിച്ച പാഠങ്ങളോട് പടവട്ടണം. ദ്രവിച്ച പാരമ്പര്യങ്ങൾ പിഴുതെറിയണം. വിധിച്ച പ്രമാണങ്ങൾക്ക് പുറംതിരിയണം. ജാതി മറക്കണം, മതം മറക്കണം, നിറം മറക്കണം, കുലമേ മറക്കണം. നഷ്ടങ്ങളെല്ലാം നിഷ്ഠത്തിലാവണം. കഷ്ടത വന്നാലും ദുഷ്ടത വെടിയണം. കവിയായിരിക്കുക എളുപ്പമാണ്, കള്ളനായിരിക്കുന്നത്ര. കവിയായിരിക്കുക എളുപ്പമാണ്, കള്ളനായിരിക്കുന്നത്ര. കവിയായി ജീവിക്കുക പ്രയാസമാണ്, കനൽ തിന്നുന്നത്ര. കവിയായിരിക്കുക എളുപ്പമാണ്, കള്ളനായിരിക്കുന്നത്ര. കവിയായി ജീവിക്കുക പ്രയാസമാണ്, കനൽ തിന്നുന്നത്ര. ഇത് എനിക്കും വളരെ നന്നായി തോന്നി. ഇത് ഏത് രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും? നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകനാണോ? നിങ്ങൾ ഏതെങ്കിലും ആശയത്തിൽ മത ഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ അത് ഉൾക്കൊള്ളണം. ഇപ്പോൾ MA ബേബി 24 കോൺഗ്രസ് CPM-ൻ്റെ സെക്രട്ടറി ആയിരിക്കുകയാണ്, ജനറൽ സെക്രട്ടറി. ഒരുപക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കേരളമേൽ MA ബേബിനെ ചെറുപ്പത്തിൽ കണ്ട ഓർമ്മകളാണ്. സുരേഷ് കുറുപ്പിനെയും അതുപോലെ CP ജോണിനെയും ഒക്കെ കണ്ട് എത്ര സൗമ്യമായ കണ്ണുരുട്ടാതെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ മുഖ്യമന്ത്രി ആവുമെന്നാണ് വിളിച്ചത്. നമുക്ക് മനസ്സിലായി അദ്ദേഹം എല്ലാം മാറിപ്പോയിരിക്കുന്നു. CP ജോൺ എവിടെയോ എന്നെത്തി. അദ്ദേഹം പോയത് ശരിയാണോന്ന് എനിക്ക് തോന്നുന്നില്ല, ഗുണമാണോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ നശിപ്പിച്ചിൽ നാം എല്ലാവരും. സുരേഷ് കുറുപ്പ് നിശബ്ദനായിരിക്കുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ മകൻ്റെ കല്യാണത്തിന് പോയത്. ഒരു പ്രാവശ്യം അദ്ദേഹം മകൻ്റെ കല്യാണത്തിന് സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ കല്യാണത്തിന് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് TP ചന്ദ്രശേഖരൻ്റെ കീശയിൽ നിന്ന് കിട്ടി. പക്ഷേ അന്നൊന്നും പോവാൻ സുരേഷ് കുറുപ്പ് ധൈര്യം കാണിച്ചില്ല. ഇന്ന് പോയി എന്നുള്ളതാണ്. ഇദ്ദേഹം ഇപ്പോൾ നമ്മൾ ആരോ പറഞ്ഞ് കവിത പറഞ്ഞ പോലെയാണ്. ആദ്യം അവർ വരും, കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞ്, പിന്നെ സോഷ്യലിസ്റ്റുകാരെ തിരഞ്ഞ് വരും. അപ്പോൾ പറയും നമ്മൾ അവരാരുമല്ല എന്ന് പറയും. പിന്നെ ജൂതരെ തേടി വരും, ഞാൻ ജൂതരല്ല എന്ന് പറയും. അവസാനം വരുന്നേരത്ത് എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ കാർത്തികേയൻ, G സുധാകരൻ പണ്ട് കാലത്ത് VS-നെ എതിരായി അടിഞ്ഞിരുന്നപ്പോൾ നിശബ്ദനായി. MA ബേബിയും അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ നിശബ്ദാക്കപ്പെട്ടു. ഇപ്പോൾ MP രാജേഷും P രാജയുമാണ് ശക്തമായി നിൽക്കുന്നത്. എത്ര കാലമുണ്ടെന്ന് എനിക്കറിയില്ല. ഈ കപട സിദ്ധാന്തങ്ങൾക്കുള്ളിൽ ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ കേസ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ തീർച്ചയായും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. പിണറായി വിജയൻ്റെ മുകളിൽ നിന്നുള്ള ഒരു സഹായവും അവർക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ അഴിമതി വളരെ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഞാൻ MA ബേബിയിലേക്ക് വരാം. MA ബേബി പോളിറ്റ് ജനറൽ സെക്രട്ടറിയായി ഞാൻ പറയും, ഈ കാലഘട്ടത്തിൽ MA ബേബിയുടെ സംസ്കാരവും പഠനവും വായനയും ഒക്കെ ഗുണകരമാവുമോ? അതെല്ലാം സ്വീകരിക്കുന്ന ലോകമാണോ? വാസ്തവത്തിൽ ഇവരിക്കുന്ന പാർട്ടികളാണോ? ഇവർക്കൊന്നും സംസ്കാരമോ കവിതയോ ഒന്നും ആവശ്യമില്ലാതായിരിക്കും. അവർക്ക് കുതന്ത്രങ്ങളുടെ കള്ളത്തരങ്ങളുടെയൊക്കെ വലിയ മഹാരാജാക്കന്മാരാണ്. അവരുടെ MA ബേബിക്ക് ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും എനിക്ക് വിശ്വാസമില്ല. വാസ്തവത്തിൽ ഇവിടെ വൃന്ദാകാരട്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ആളുകൾക്ക് എല്ലാ സമരമുകളിൽ ഓടിച്ച് വൃന്ദാകാരത്തിന്
CPM ഒരു മുഖം ഉണ്ടാകിരുന്നു. തീർച്ചയായിട്ടും സാർവദേശ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും ഫിഡൽ കാസ്ട്രോയായിട്ട് കെട്ടിപ്പിടിക്കുന്ന രംഗം നമ്മളുടെ ചിത്രം കാണുകയാണ്. വളരെ മുഖം ഒരു ദൈവത്തെ കാണുന്ന പോലെ അത് തോന്നിപ്പോയി. അതിനൊക്കെ കഴിയുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ബേബി പലരും യോജിപ്പുള്ള ആളുകൾ പോലും സ്വീകരിക്കപ്പെടുന്നുണ്ട്. അതിന് വായനയും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഈ പ്രസ്ഥാനത്തിൽ ചേർക്കുമോ അതോ കണ്ണൂരിൽ എത്തുമ്പോൾ അവസാനിക്കുമോ എന്നറിയില്ല. എന്തായാലും ഈ പള്ളിയിലത്തെ മാപ്ലാനി പറഞ്ഞ് കേൾക്കുന്ന അതേ ആളുകളെ പോലെ തന്നെ ഈ വെള്ളപ്പള്ളി നടേശൻ പറയുന്ന ആവേശത്തോട് കേൾക്കുന്ന ആളുകളെ പോലെ തന്നെ പിണറായി വിജയനോ അതുപോലെയുള്ള പിണറായി വിജയനെ കുറ്റം എനിക്ക് വിരോധമൊന്നുമില്ല. അത് തെറ്റ് ചെയ്യുമ്പോഴേ അത് എതിർക്കേണ്ട ആവശ്യമുള്ളൂ. അദ്ദേഹം ഈ കടക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ ചട്ടി അടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഇത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ മാത്രം എന്നെ പോലെ ആൾ കിട്ടില്ല. അങ്ങനെ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലെയും അപ്ലാനിയുടെ ശിഷ്യന്മാരും ഈ നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ ശിഷ്യന്മാരൊക്കെ ഒരേപോലെയാണ്. CPMൻ്റെയും ന്യായീകരണ തൊഴിലാളികളും ഒരേപോലെയാണെന്നാണ് എൻ്റെ പറയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി മാപ്ലാനിയോട് പുറത്തു പോകാനും ക്രിസ്തുവിൻ്റെ സന്ദേശം നിങ്ങളുടെ ഉള്ളിലില്ലെന്നും ഭാഗ്യമായിട്ടില്ലെന്നും വെള്ളലോഹ മാത്രമാണെന്നും നടേശനോട് പറയുന്നത് നിങ്ങൾ നാരായണഗുരുവിൻ്റെ ശത്രുപക്ഷത്താണ് നിൽക്കുന്നതും അതുപോലെ തന്നെയാണ് ഇവിടെ ചൂഷണത്തിൻ്റെ മുതലാളിത്ത ആശയങ്ങൾ സ്വീകരിച്ച് തൊഴിലാളികളെ പറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനെതിരായി ഞങ്ങൾ പ്രവർത്തിക്കുന്നതും രക്തസാക്ഷികളെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഡംബര സുഖലോലുപരായി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മനുഷ്യാവശ്യങ്ങൾ ധ്വംസിക്കുന്നവരാണെങ്കിൽ അവർക്കെതിരെ പോരാടുമെന്ന് പറയാനുള്ള ശക്തി വീണ്ടെടുക്കാൻ കഴിയട്ടെ. ഈ നമ്മൾ പാവങ്ങൾ വീണ്ടും വായിക്കപ്പെടട്ടെ. മാർക്സിരിക്കുമ്പോൾ അവർ കൈ കൊടുത്ത് ഫോട്ടോ പിടിക്കുന്നുണ്ട്. മാത്രമല്ല മാർക്സിൻ്റെ ദുരന്തങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ കുടുംബത്തിലുള്ള മക്കൾ മരിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ സമൂഹത്തിൻ്റെ ഈ അസമത്വത്തിനെതിരായി ആലോചിക്കുകയും പ്രവർത്തിക്കാനും വേണ്ടി സകല പീഡനങ്ങളും സഹനങ്ങളും സ്വീകരിച്ച മനുഷ്യൻ്റെ അതുപോലെ തന്നെ ഒരുപാട് രക്തസാക്ഷികളുടെ ഒരുപാട് മനുഷ്യരുടെ അപ്പോൾ ഈ അടുത്താണ് നമ്മുടെ കയ്യൂരിൻ്റെ സിറ്റായിട്ട് ഞാൻ പോയിട്ടുള്ളതും കൂടി അബൂബക്കറും ചീരുകണ്ഠനും അപ്പുകുട്ടനൊക്കെ എന്തിനു വേണ്ടിയാണ് മരിച്ചത്? അവർ പറഞ്ഞത് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾ ചെയ്തത് മുൻപറക്കാർ ഞങ്ങളുടെ പിന്നാലെയുള്ളവർ ചെയ്തു തീർക്കുമെന്നാണ്. ഡാങ്കയും ഒക്കെ പോയിട്ടുള്ള വിശുദ്ധ വരുമ്പോൾ നമ്മുടെ സുന്ദരയെ പോയി വികാരഭരിതനായി പറയുന്നുണ്ട്. അവരെ സാന്ത്വനിക്കാൻ പോയിട്ട് ഞങ്ങളെയാണ് അവർ സാന്ത്വനപ്പെടുത്തിയത്. ഈ ഓർമ്മകളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് 25,000 രൂപ 75,000 രൂപ വരെ കണ്ണാട് വാങ്ങിക്കാൻ കഴിയില്ല. ഈ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ബാഗിന് 1,00,000 രൂപ വാങ്ങിക്കാൻ കഴിയില്ല. ഒരു ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരോട് ആശാവർക്കന്മാരോട് സ്നേഹം കൂടെ പറയും. അതേ അവസരത്തിൽ തന്നെ ആശാവർക്കന്മാരിലൂടെ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ മാത്രം SUCI ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ അത് മാത്രം അജണ്ടയാക്കരുത്. കേന്ദ്രത്തിനെതിരായി സംസാരിക്കാൻ കൂടി ധൈര്യം കാണിക്കണം. കേന്ദ്രം തൊഴിലാളി വർഗമായിട്ട് അംഗീകരിക്കണമെന്ന് പറയാനുള്ള ചങ്കൂറ്റം എടുക്കണം. സുരേഷ് ഗോപിയെ പോലുള്ള നാട്യക്കാരെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രത്തിൽ അവരാക്കുന്നില്ല എന്ന ചോദ്യം കൂടി ചോദിക്കേണ്ട ബാധ്യത SUCI. പക്ഷേ എല്ലാവരും പറഞ്ഞല്ലേ ഈ പിണറായി നമ്മുടെ CPMക്കാർ പറഞ്ഞ പോലെ CIT മാത്രം സമരം ചെയ്യാൻ യോഗ്യരുള്ളൂ, ബാക്കി ആരും ചെയ്യരുതെന്ന് പറഞ്ഞത് ശരിയല്ല. മാത്രം SUCI രാജ്യദ്രോഹികളാണ് എന്നല്ല ഞാൻ മനസ്സിലാക്കിയത്. SUCIക്കാർ ഡോക്ടർ ബാബുവിനെ പോലുള്ള എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ചെപ്പുകിളിക്ക് ഇപ്പോഴും ഡോക്ടറുടെ തലക്കനമില്ലാതെ ആളുകളിൽ എല്ലാവരും ഒന്നിപ്പിക്കുന്ന ഒരു മനുഷ്യ സ്നേഹ പറ്റുള്ളവരെന്ത് തന്നെയാണെന്നാണ്. അതിൽ ചിലർ സൂത്രക്കാരൊക്കെ ഉണ്ടാവും, വിലക്ഷെടുക്കാനൊക്കെ തന്ത്രങ്ങളുണ്ടാവും, അവർക്ക് മാർക്സിസ്റ്റ് വിരുദ്ധതയും ഉണ്ടാവും. പക്ഷേ അവരെ രാജ്യദ്രോഹികൾ അവരെ ഇടതുപക്ഷത്ത് നിലനിർത്തേണ്ടവരാണ്. ആശാസമരം എത്ര വേഗം അവസാനിപ്പിക്കുക ഏറ്റവും പ്രയാസപ്പെടുന്നവരാണ്, ദുരിതമനുഭവിക്കുന്നവരാണ്. അവർക്ക് PSC അംഗങ്ങൾക്ക് കൂടുതൽ കൊടുക്കാമെങ്കിൽ ഇവർക്ക് ഓണറേയും കൂട്ടി കൊടുക്കണം. പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് പോലും പറഞ്ഞു 10,000 രൂപ കൊടുക്കാനാണ്. അപ്പം അങ്ങനെയാവാം. എന്തായാലും ആ ഡയലോഗ് തുടർന്ന് വരണം. MABക്ക് അതിന് കഴിയട്ടെ. വെള്ളപ്പള്ളി നടേശനെയും മാപ്ലാനിയെയും അതുപോലെ തന്നെ ചൂഷകരായിട്ടുള്ള എല്ലാവരെയും എതിർത്ത് തോൽപ്പിക്കാനും നമുക്ക് സാധ്യമാവട്ടെ. അതിനെല്ലാവരും ജാതി മതരാഷ്ട്രീയത്തിൻ്റെ അതിരുകൾ മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരും ഒന്നാണെന്ന് തോന്നലോടുകൂടി ഈ സുനിത വില്യംസ് പറഞ്ഞ ഈ ലോകം എല്ലാവരുടേതുമാണ്. നമ്മുടെ ഒരിക്കൽ കൂടി നമ്മുടെ കുഞ്ഞിന് മാറ്റി വെക്കുന്നു. എനിക്ക് ഉണ്ടൊരു ലോകം, നിങ്ങൾക്കുണ്ടൊരു ലോകം, നമുക്കില്ല ലോകം എന്നുള്ള അത് മാറ്റിയെടുത്തുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കുക ലോകത്തെക്കുറിച്ച് നാം സ്വപ്നം കാണുകയും ചെയ്യുന്നവർ അവരെ സുഖമായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.